ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കുള്ള ഈ പുതിയ വീട് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എരുവേലിക്കടുത്ത് 4 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് പണിതിട്ടുള്ള ഒരു പുതിയ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എരുവേലിക്കടുത്ത് ബസ് റൂട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറി കിഴക്കോട്ട് ദർശനമായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ 1 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും 2 കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ കിണർ വെള്ളമാണ് ഉള്ളത്. ഇതിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ 1 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡുമായിട്ടാണ് ഈ വീടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വില ഭാഗം നെഗോഷ്യബിളാണ്. ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് ഡബിൾ ഡോറാണ്, തേക്കാണ് ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഡ്രോയിങ് ഹാളാണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് 14x10 ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് LED ലൈറ്റെല്ലാം ഇട്ടുകൊണ്ടുള്ള നല്ലൊരു ഡ്രോയിങ് ഹാളാണ് ഈ വീടിനുള്ളത്. നല്ലൊരു TV യൂണിറ്റും ഈ ഡ്രോയിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4x2 ടൈലാണ് ഈ വീടിന് മൊത്തമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു TV യൂണിറ്റാണ്. ഇത് നമ്മൾ ഡ്രോയിങ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന സ്പേസാണ്. ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത് 16x10 ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഹാളിലും ഒരു LED ലൈറ്റെല്ലാം കൊടുത്ത് വളരെ നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ഹാളാണ്. വാഷ് ബേസിൻ വളരെ ഒതുക്കി, ഡൈനിങ് ഹാളിൻ്റെ സൗകര്യം ഒട്ടും പോകാത്ത രീതിയിൽ വളരെ ഒതുക്കി ഒരു ഹാഫ് പെഡസ്റ്റിലെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ്. കിച്ചൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്ലാബെല്ലാം ഇട്ട് ഒരു വർക്ക് ഏരിയയും ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ 1 ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x10. സ്റ്റെയറിന് മാറ്റ് ഫിനിഷുള്ള ടൈല് തന്നെയാണ് സ്റ്റെയറിന് ഇട്ടിരിക്കുന്നത്. ഹാൻഡിൽ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലിവിങ് റൂമാണ്. ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x12 ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x12. ലിവിങ് റൂമിലും അത്യാവശ്യം LED ലൈറ്റെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ലിവിങ് റൂം ചെയ്തിരിക്കുന്നത്. ഈ വീടിന് മൊത്തമായിട്ട് 4x2 ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. ഒരു ബെഡ്റൂം അപ്സ്റ്റെയർ ലോക്കാണ്. അതിൻ്റെ സൈസ് 14x12 തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇത് അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x10. അറ്റാച്ച്ഡ് ബാത്റൂമാണ് വന്നിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. PVC എല്ലാം വന്നിരിക്കുന്നത് സുപ്രീമിൻ്റെ ആണ്. PVC എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം സെറയാണ് വന്നിരിക്കുന്നത്.
ബാത്റൂമിൽ ലൈറ്റ് ഫിറ്റിങ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു ഇരുട്ട് വന്നിരിക്കുന്നത്. എരുവേലി ബസ് സ്റ്റോപ്പിൽ നിന്നും 1 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളം വരുന്ന കിണർ വെള്ളമാണ്. ഇതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വിലഭാഗം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇനി ഈ വീടിനൊരു ബാൽക്കണി കൂടി ഈ വീടിനുണ്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടോപ്പിലേക്ക് കയറുന്നത്. ടോപ്പിൽ ടാങ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയുടെ സൈസ് വരുന്നത് 12:8 ആണ്. ഈ ബാൽക്കണിയുടെ സൈസ് വന്നിരിക്കുന്നത് 12:8 ആണ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ബാൽക്കണിയിൽ വിരിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ്. ഇതിൻ്റെ ഡോറെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റു ഉരുപ്പടികളെല്ലാം ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 62 ലക്ഷം രൂപയാണ്.